ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിക്ക് നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നവ്യേനെയും ഹബീനെയും തന്നെയാണ്. അങ്ങനെ നവ്യ പറയുകയാണ്, ഒരു പെണ്ണ് സമ്പന്നയാകുന്നത് തന്റെ ഭർത്താവ് തന്നെ സ്നേഹിക്കുക കെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴാണെന്ന്. അപ്പൊ നമ്മുടെ അഭി പറഞ്ഞു, അങ്ങനെയാണെങ്കിലേ ഈ ജന്മം നീ സമ്പന്നയാകാൻ പോകുന്നില്ല, ഞാൻ നിന്നെ സ്നേഹിക്കാനും പോകുന്നില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നീ എന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുവോ, അതായിരിക്കും എനിക്ക് ഏറ്റവും നല്ലത്. നിനക്കും നല്ലത് അത് തന്നെയാ. നിനക്ക് ഇനിയും വേറെ ജീവിതം കിട്ടത്തില്ലേ, എന്തിനാ നീ എന്നെയും കൊണ്ടേ ജീവിക്കുവോളെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുന്നത്. അതെ അഭി, ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ആരുടെയാണെന്നറിയാലോ, നിന്റെ കുഞ്ഞ. ഈ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ അങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാലേ എനിക്ക് അന്തസ്സായിട്ട് ജീവിക്കാൻ പറ്റുവോടാ? നിനക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ നീയൊക്കെ വിചാരിക്കുന്ന പോലെ കൊല്ലണം. അല്ലാതെ ഈ നവ്യ ഒരിക്കലും അനന്തപുരി തറവാട് വിട്ട് ഇറങ്ങാൻ പോകുന്നില്ല. പിന്നെ ഈ കുഞ്ഞിനെ കൊല്ലണമെന്നൊരു ഉദ്ദേശം നിനക്കുണ്ടെങ്കിൽ അത് ഈ ജന്മത്തിൽ നടക്കാനും പോകുന്നില്ല. ഈ കുഞ്ഞിനെ ഞാൻ പ്രസവിക്കൂടാ, അഭിയുടെ കുഞ്ഞായിട്ട് തന്നെ ഞാൻ വളർത്തും. ഈ അനന്തപുരി തറവാട്ടിൽ തന്നെ ഈ കുഞ്ഞു പിച്ചു വെച്ച് നടക്കൂടാ. അത് നീ കാണണോ? ഇല്ലെങ്കിൽ ഞാൻ കാണിക്കാം, നീ വഴിയെ കണ്ടോളാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും അഭി പറഞ്ഞു, ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നീ അത് റെക്കോർഡ് ചെയ്ത് വെക്കുകയോ മറ്റുള്ളവരെ കാണിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യും. എനിക്ക് വയ്യ, അതുകൊണ്ട് നിന്നോട് മൽപ്പിടുത്തത്തിന് ഞാനില്ല എന്ന് പറഞ്ഞപ്പം, ഇനി എന്ത് റെക്കോർഡ് ചെയ്ത് വെക്കാനാ, ഇനി എന്ത് വീഡിയോ പിടിക്കാനാ? പിടിക്കാനുള്ളതൊക്കെ ഞാൻ പിടിച്ചില്ലേടാ, ഇനി ഒന്നും പിടിക്കാനില്ല, എല്ലാം പിടിച്ചു കഴിഞ്ഞു. പിന്നെ നീ ശബരിമലയ്ക്ക് പോയിട്ട് വരുന്നത് വരെ ഞാന് നിന്നെ ഭീഷണിപ്പെടുത്തി നിന്റെ പുറകെ കാണും. നിന്നെ അങ്ങനെ വെറുതെ വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പം, അപ്പൊ നീ ശബരിമലയ്ക്ക് പോകുന്നവരെ എനിക്ക് സ്വൈര്യം തരില്ല, എന്റെ പുറകെ നീ കൂടുന്നാണോ പറയുന്നേ? അതെ അഭി, നിന്റെ പുറകെ ഞാൻ ഉണ്ടാകും. നിനക്ക് നീ ശബരിമലയ്ക്ക് പോകുന്നു എന്നൊരു ചിന്ത ഉണ്ടാവില്ല, പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട്. എന്റെ ഭർത്താവും എന്റെ കുഞ്ഞിന്റെ അച്ഛനുമാണ് ശബരിമലയ്ക്ക് പോകാൻ പോകുന്നതെന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യണ്ടേ? നിന്റെ ഉത്തരവാദിത്തങ്ങൾ നീ ചെയ്യില്ല, നീ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്നറിയാം. പക്ഷെ എന്റെ കുഞ്ഞിന് അതിന്റെ അച്ഛൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ആപത്ത് വരാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഏതറ്റം വരെയെങ്കിലും പോകും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നവ്യ അങ്ങ് പോവാണ് കേട്ടോ. അഭിയാണെങ്കിൽ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ്. അപ്പൊ ഇതിനിടയ്ക്ക് നമ്മുടെ അനാമിക വരിക. അനാമിക വന്നിട്ട്, എന്താ അഭിയേട്ടൻ ഒരാണാണെന്ന് ഞാൻ വിചാരിച്ചത്, ഈ കുടുംബത്തിലെ ഒരു ഉശിരുള്ള ആണുണ്ട് എന്നാ ഞാൻ വിചാരിച്ചത്, അത് അഭിയേട്ടനാണെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇതിപ്പം എന്തിനാ അവക്ക് സ്വർണ്ണമോതിരമൊക്കെ മേടിച്ചു കൊടുത്തത്? വല്ല കാര്യം ഉണ്ടായിരുന്നോ? അവളുടെ അനിയത്തിക്ക് ആവോളം ഇവിടുന്ന് കൊണ്ട് കൊടുക്കുന്നുണ്ടല്ലോ, അത് പോരാഞ്ഞിട്ടാണോ അഭിയേട്ടൻ അവക്ക് സ്വർണ്ണ മോതിരം മേടിച്ചു കൊടുത്തത്? നാണമില്ലേ അഭിയേട്ടന്? അഭിയേട്ടൻ നല്ലൊരുത്തനാണെന്ന് ഞാൻ കരുതി, പക്ഷേ ആ വീറും മുശിരും ഒന്നും അഭിയേട്ടൻ ഇപ്പൊ ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അനാമികയോട് അഭി പറയാ, എന്ത് ചെയ്യാനാ, കുറച്ച് വലയങ്ങൾ എന്റെ ചുറ്റും വന്നുപോയി, ആ വലയം പൊട്ടിച്ചെറിഞ്ഞിപ്പോ പോകാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാ. അതുകൊണ്ട് മാത്രമേ ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. ഉള്ള കാലം മുഴുവനും അവൾ എന്നെ ഇങ്ങനെ അടക്കി ഭരിക്കാന്നേ അവള് വിചാരിച്ചിട്ടാണെങ്കിൽ അത് വെറും സ്വപ്നം മാത്രം അവളുടെ. എന്നെ അടക്കി ഭരിക്കുന്നത് എനിക്ക് ഒന്നാതെ ഇഷ്ടമല്ല. പ്രത്യേകിച്ച് ഞാൻ നോക്കിക്കോ, അവളെ തൂത്തെറിയുന്ന ഒരു ദിവസം വരും അനാമികയെ. ആ ഒരു ദിവസത്തിന് വേണ്ടി ഞാനും എൻ്റെ അമ്മയും ഒക്കെ കാത്തിരിക്കുന്നത്. അവളും അവളുടെ അനിയത്തിയും ഈ വീട്ടിൽ എന്ന് കാല് കുത്തിയോ അന്ന് തുടങ്ങിയ കഷ്ടകാലമാ. ആ കഷ്ടകാലം മാറ്റി അത് മാറ്റാൻ വേണ്ടി തന്നെയാണ് ഞാൻ മലയ്ക്കും പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അഭി അങ്ങ് പോയി. അപ്പോഴത്തേക്കും അനാമിക, മാറ്റും, എല്ലാരും കുറെ മാറ്റും, ആരും മാറ്റിയില്ലെങ്കിലേ ഇവിടെ മൊത്തം തൂത്ത് തുടച്ച് മാറ്റുന്ന കാര്യം ഞാൻ ഏറ്റു എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതേ സമയം പിന്നെ നമ്മുടെ രേവതി എത്തുകയാണ്. അപ്പൊ രേവതി ഇതുവരെ നമ്മുടെ ദേവയാനി ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് കാണാൻ വന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ മോളെ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് അനാമികയോട് വിളിച്ച് പറയുകയാണ്. അപ്പോഴത്തേക്കും, എങ്കിൽ പിന്നെ അമ്മ ഇങ്ങോട്ടേക്ക് പോന്നോ, ഞാൻ കുറച്ച് ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. ഏതായാലും വന്നു കഴിയുമ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങൾ വിശദമായിട്ട് അങ്ങ് പറഞ്ഞു കേൾപ്പിക്കാം. കരള് തകർന്നിരിക്കുന്ന ആ പെണ്ണുമ്പുള്ളയുടെ മനസ്സും കൂടെ അങ്ങ് തകരട്ടെ. ആ നയനയെക്കുറിച്ച് വായി തോന്നുന്ന കുറ്റങ്ങളെല്ലാം ഞാൻ പറയും, പരമാവധി നെഞ്ചുരുകുന്ന കുറ്റങ്ങൾ പറയും. എല്ലാം കൂടെ കേട്ട് അങ്ങ് അടിച്ചു പോവാണെങ്കിൽ പോട്ടെ മോളെ, ഒരു ഭാരം ഒഴിഞ്ഞു കിട്ടൂലെന്ന് പറഞ്ഞപ്പോ, അതുമാത്രമേ എനിക്കൊരു സമാധാനമുള്ളൂ. ആ പട്ടാരക്കാലം കളവനെ കൊല്ലാൻ നോക്കിയിട്ട് പറ്റുന്നില്ല, ഈ പെണ്ണുപിള്ളേനെങ്കിലും കൊല്ലാൻ നോക്കിയിട്ട് ഇന്ന് നടക്കുമെന്ന് പോലും അറിയത്തില്ല. ഏതായാലും അമ്മ ഇങ്ങോട്ടേക്ക് വാ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അനാമിക പറഞ്ഞു. അങ്ങനെ രേവതി വരികയാണ് കേട്ടോ. രേവതി അവിടുന്ന് പുറപ്പെട്ട് നേരെ ഇവിടെ എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും
ദേവയാനിയുടെ അടുത്തേക്ക് അനാമികയും കൂട്ടിക്കൊണ്ട് അങ്ങ് പോവുകയാണ്. അങ്ങനെ അനാമികയും ദേവയാനിയും കൂടെ, അനാമികയും ദേവയാനിയല്ല സോറി, അനാമികയും രേവതിയും, അതെന്താണെന്നറിയാമോ, ഞാൻ പറഞ്ഞപ്പം കുറച്ച് സ്ലിപ്പായി പോയി. എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയ വേദന ഉള്ളതുകൊണ്ട് കഫക്കെട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ എന്തോ തടഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ആ ഒരു ശ്വാസം എടുക്കാൻ പറ്റാത്തതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് കിട്ടിയില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ ദേവയാനിയെ കാണാൻ വേണ്ടി രേവതിയും അനാമികയും കൂടെ വരികയാണ്. അങ്ങനെ രേവതിയും അനാമികയും വന്നു. അങ്ങനെ അനാമികയുടെയും രേവതിനെ കണ്ട ഉടനെ തന്നെ ദേവയാനി പറഞ്ഞു, ആ മോളുടെ അമ്മ വന്നോ? മോളാ എനിക്ക് ഏക ആശ്വാസം കേട്ടോ. മോളെ എല്ലാം ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അവളെന്നെ പൊന്നു പോലെയാ നോക്കണത്. സത്യം പറഞ്ഞാൽ എന്റെ മരുമകളല്ലായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. ആ ഒരു ഭാഗ്യം എനിക്കില്ല. പക്ഷെ ഇവളെ എന്റെ മരുമകളായിട്ട് തന്നെ ഞാൻ കണ്ടിരിക്കുന്നത്. അവൾക്ക് എന്നെ അത്രയ്ക്ക് കാര്യ. അവളെന്നെ പൊന്നു പോലെയാ നോക്കണത്. വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരും. അതുപോലെ ഇനിയിപ്പം എന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്റെ മോൾ എന്റെ കൂടെ ഉണ്ടല്ലോ, അതാ എന്റെ ഏക ആശ്വാസം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് രേവതി പറയാണ്, ആ ഇവക്ക് ജീവന്റെ ജീവനാ ദേവയാനി ചേച്ചീനെ. ഇവൾക്ക് വാ തോരാതെ സംസാരിക്കാൻ ദേവയാനി ചേച്ചിയുടെ കാര്യം മാത്രമേ ഉള്ളൂ. സ്വന്തം അമ്മായിയമ്മയെ പോലും ഇതുപോലെ ഇവള് സ്നേഹിക്കുന്നില്ല. അതുപോലെയാ എന്റെ മോള് സ്നേഹിക്കുന്നത് ഈ വല്യമ്മേനെ. ആ ഏതായാലും എന്റെ മോള് സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ സ്വന്തം മരുമകള് സ്നേഹിക്കുന്നില്ലല്ലോ. എനിക്കറിയാമല്ലാഞ്ഞിട്ട് ചോദിക്കാൻ എന്റെ ദേവയാനി ചേച്ചി, എന്തിനാ അവക്ക് ഈ വീട്ടിൽ നിന്ന് സ്വർണവും സ്വത്തും എല്ലാം കൊണ്ടു കൊടുക്കുന്നത്? എങ്ങനത്തെ ഒരു തീനൊക്കെ അങ്ങനെ കൊണ്ടു കൊടുക്കേണ്ട കാര്യമുണ്ടോ? സാധാരണ വിവാഹം കഴിഞ്ഞു വരുന്ന പെൺകുട്ടികളുടെ വീട്ടിൽ നിന്നാണ് വിവാഹം നടന്ന ചെറുക്കന്റെ വീട്ടിലേക്ക് എന്തെങ്കിലും കൊണ്ടു കൊടുക്കുകയും എന്തെങ്കിലും സഹായം ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇത് നേരെ തിരിച്ചായി പോയല്ലോ. അവളെ കൊണ്ട് ഒരു ഉപകാരം ഇല്ലതാനും. അല്ല, നിങ്ങക്ക് വേറെ ഒരു ബന്ധവും കിട്ടിയില്ലേ? ബന്ധം കൂടിയത് എങ്ങനെയാണെന്നൊക്കെ എനിക്കറിയാം. എങ്കിലും ഇതിപ്പം ഞങ്ങൾക്ക് പോലും പറയാൻ നാണക്കേടാ. ആ കുടുംബത്തിൽ നിന്നാണ് ഇവിടുത്തെ ആദർശ് പെണ്ണെടുത്തിരിക്കുന്നതെന്ന്. അതുപോലെ അഭിയും. തൊലി ഉരിഞ്ഞു പോവാ ഓരോന്ന് കേൾക്കുമ്പം. അപ്പോഴത്തേക്കും ദേവയാനി പറഞ്ഞു, എന്ത് ചെയ്യാനാ, എന്റെ ഭർത്താവും എന്റെ മോനും എന്നെ സ്നേഹിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്റെ ഭർത്താവും എന്റെ മോനും ഞാൻ പറയുന്നത് മാത്രം കേൾക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ അച്ഛനും അമ്മയും അത് അവർ നല്ലത് മാത്രമേ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. അവർ ശരിയുടെ കൂടെ മാത്രമേ ഇതുവരെ നിന്നിട്ടുള്ളൂ. പക്ഷെ ഈ കാര്യം മാത്രം എന്താണെന്ന് അറിയില്ല രേവതി, തെറ്റവർ ചെയ്യുന്നത്. എനിക്കിതുവരെ അത് മനസ്സിലാവുന്നില്ല. ഏതായാലും എന്റെ ഈ ജന്മത്തിൽ ഞാൻ അവളെ എന്റെ മരുമകളായിട്ട് അംഗീകരിക്കാൻ പോകുന്നില്ല. പിന്നെ എനിക്ക് കരള് തന്നൊരു പെൺകുട്ടി ഉണ്ടല്ലോ, ആ പെൺകുട്ടീനെ ഞാനിപ്പോ സ്നേഹിക്കുന്നുണ്ട്. ആ പെൺകുട്ടി ഒരുപക്ഷെ എന്റെ ആദർശിന്റെ പെണ്ണായിട്ട് വരുമായിരുന്നുവെങ്കിൽ ഞാൻ ഇരു കൈ നീട്ടി സ്വീകരിച്ചേനെ. പക്ഷെ ആദർശിന്റെ പെണ്ണാക്കിയിട്ട് വരാനുള്ള ആ ഒരു ഇത് അവക്കില്ല. അവളുടെ വിവാഹം കഴിഞ്ഞതാ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അത് ചിന്തിക്കാൻ കൂടി പറ്റില്ല. പക്ഷെ ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും ഉപകാരമൊക്കെ ചെയ്യണം. പറയുന്നത് ശരിയാ, ദേവയാനി ചേച്ചി പറയുന്നത് ശരിയാ. അതെ, വേണു എപ്പോഴും പറയാറുണ്ട് ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും ഉപകാരങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെന്ന്. ആ പെൺകുട്ടിക്ക് തന്നെ ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത്. അല്ലാതെ ഇവക്ക് കോടിക്കണക്കിന് സ്വത്തും അതുപോലെ വീടും ഒക്കെ മേടിച്ചു കൊടുത്തിട്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ? ഒരു ഉപകാരവും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അങ്ങനെ വന്നിട്ട് വേണ്ടുവോളം എരിവും ഒക്കെ കുത്തി വെച്ചിട്ടാണ് പോകുന്നത്. ഈ ഒരു സമയത്ത് പിന്നെ കാണിക്കുന്ന സീനിൽ നമ്മുടെ ആദർശാണ് കയറി വരുന്നത്. അപ്പൊ ആദർശ് കയറി വരുമ്പോഴത്തേക്കും ദേവയാനി പറയാണ്, നീ അലമാര തുറന്നാ ചെക്ക് എടുക്കാൻ പറയാണ്. അപ്പൊ ഒരു ചെക്ക് എടുക്കുകയാണ്. അപ്പൊ എന്തിനാ അമ്മയെന്ന് ചോദിക്കുമ്പോ അത് ആവശ്യമുണ്ട്. അല്ല, ഇപ്പൊ ഈ ചെക്കിന്റെ ആവശ്യം എന്താ അമ്മേ? ഇപ്പം പൈസക്ക് അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? എനിക്കിപ്പൊ പൈസക്ക് ആവശ്യമില്ല. അല്ല, ഞാൻ നിന്നോട് 100 തവണ പറഞ്ഞു എനിക്ക് ആ പെൺകുട്ടീനെ കാണണമെന്ന്. പക്ഷെ നീ എന്നെ ആ പെൺകുട്ടീനെ കാണാൻ ഇതുവരെ കൊണ്ടുപോയില്ലല്ലോ. എങ്കിൽ പിന്നെ ഞാൻ തരുന്ന ഇത് ആ പെൺകുട്ടിക്ക് കൊണ്ട് കൊടുക്കണം. എന്റെ മനസ്സിന് സമാധാനം കിട്ടണമെങ്കിൽ ഇതെങ്കിലും ചെയ്തേ പറ്റൂ. ഞാൻ പറയുന്ന തുക നീ ഇതിനകത്ത് എഴുതാൻ പറഞ്ഞു. അമ്മ പറയുന്ന തുകയോ? ഒരു 50 ലക്ഷം രൂപ അതിനകത്ത് എഴുതാൻ പറഞ്ഞു. അങ്ങനെ 50 ലക്ഷം രൂപ എഴുതുകയാണ്. എന്നിട്ട് എനിക്ക് കരള് തന്ന പെൺകുട്ടിക്ക് ഇത് കൊണ്ട് കൊടുക്കണം എന്ന് പറയും ആദർശിനോട്. ആദർശ് തകർന്നു പോവാണ് കേട്ടോ. ആ പെൺകുട്ടി നമ്മുടെ നയനയാണെന്ന് അറിയില്ലല്ലോ ദേവയാനിക്ക്. ഏതായാലും ആ ചെക്കുമായിട്ട് നേരെ വിട്ടടിച്ചു പോകുന്നത് നയനയുടെ അടുത്തേക്കാണ്. അങ്ങനെ നയനയുടെ അടുത്തേക്ക് ആദർശ് ചെല്ലുകയാണ്. അങ്ങനെ ആദർശ് ചെല്ലുന്നു. നയന അവിടെ ഉണ്ട്. അപ്പം ആദർശിനെ കണ്ട കനകദുർഗയും ഗോവിന്ദനും കേറി വാ മോനെ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ്. അല്ല, ഇന്നൊന്ന് വന്നിട്ട് പോയതാണല്ലോ, പിന്നെന്താ വീണ്ടും വന്നത്? അപ്പോഴത്തേക്കും നന്ദു പറയുന്നുണ്ട്, ഭാര്യനെ കാണാതിരിക്കാൻ പറ്റില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും അല്ലേ. എന്നപ്പം പറഞ്ഞു, ഭാര്യനെ കാണാതിരിക്കാൻ എനിക്കിപ്പോ കഴിയുന്നുണ്ട്. പക്ഷെ എന്റെ അമ്മയ്ക്ക് ഈ ഭാര്യനെ കാണണമെന്നും ഈ ഭാര്യയോട് സംസാരിക്കണം എന്നും ഒക്കെ ഭയങ്കര താല്പര്യമാന്ന് പറയാം. പെട്ടെന്ന് ഞെട്ടിപ്പോവാട്ടോ നയന. അപ്പൊ പെട്ടെന്ന് കനകദുർഗ ചോദിച്ചു, അല്ല ഇനിയിപ്പോ എന്തെങ്കിലും അറിഞ്ഞോ? ആദർശ് ഇനിയിപ്പോ എന്തെങ്കിലും അറിഞ്ഞോ എന്ന് ചോദിച്ചപ്പോ, അറിഞ്ഞൊന്നുമില്ല. അല്ല, നയനെ കാണാനല്ല ആഗ്രഹിക്കുന്നത്, കരള് കൊടുത്ത പെൺകുട്ടീനെ കാണാനാണ് ആഗ്രഹിക്കുന്നത്. എന്നിട്ട് എന്റെ കയ്യിൽ ഒരു 50 ലക്ഷം രൂപയും തന്നു വിട്ടേക്ക ആ കുട്ടിക്ക് സമ്മാനമായിട്ട് കൊടുക്കാൻ. ഇത് കേട്ടതും ഞെട്ടിപ്പോയി കേട്ടോ നമ്മുടെ നയനയും ഗോവിന്ദനും ഒക്കെ. ഏതായാലും ആ 50 ലക്ഷം രൂപ നമ്മുടെ നയനെ മേടിക്കുമല്ലോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക നാളെ രാവിലെ കറക്റ്റ്
കറക്റ്റ് 7:30 നമ്മൾ ഫുൾ വിശേഷവുമായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.